എല്ലാവർക്കും അദൃശ്യകരങ്ങൾ എന്നെൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഇളയമ്മയ്ക്കുണ്ടായ ഒരു അനുഭവമാണ്. ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപുണ്ടായൊരു കഥയാണ്. ഏകദേശം 90കളുടെ തുടക്കത്തിൽ എൻ്റെ സുഹൃത്തിൻ്റെ ഇളയമ്മ എന്നോട് ഈ അനുഭവം പങ്കുവയ്ക്കുമ്പോഴും അവരുടെ വാക്കുകളിൽ നിന്ന് അവർക്കുണ്ടായ അനുഭവത്തിൻ്റെ ഭീതിയുടെ ആഴം എനിക്ക് മനസ്സിലായിരുന്നു. ഒരുപാട് പറഞ്ഞ് ഞാൻ വലിച്ചു നീട്ടുന്നില്ല, കഥയിലേക്ക് നമുക്ക് കടക്കാം. ഒരിക്കൽ കൂടി വെൽക്കം ടു മൈ ചാനൽ അദൃശ്യകരങ്ങൾ. ഈ ഒരു അനുഭവം നേരിട്ടിരുന്ന സമയത്ത് എൻ്റെ സുഹൃത്തിൻ്റെ ഇളയമ്മയുടെ പ്രായം ഏകദേശം 22-23 വയസ്സായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപുള്ളൊരു കഥയാണിത്. എൻ്റെ സുഹൃത്തിൻ്റെ ഇളയമ്മ കാലത്തേക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ വീടിനടുത്തുള്ള പഞ്ചായത്ത് പൈപ്പിൽ നിന്ന് വെള്ളം പിടിക്കുകയായിരുന്നു. നേരം വെളുക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഈ പഞ്ചായത്ത് പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നത് കൊണ്ട് തന്നെ രാത്രി വെള്ളം പിടിക്കാൻ എളുപ്പമായതുകൊണ്ടാണ് എൻ്റെ സുഹൃത്തിൻ്റെ ഇളയമ്മ ഈ രാത്രി നേരത്ത് വെള്ളം പിടിക്കാനായിട്ട് ഈ പഞ്ചായത്ത് പൈപ്പിനടുത്തേക്ക് വന്നത്. വീട്ടിലെ മറ്റാരെങ്കിലും കൂടെ ചേർന്നിട്ടാണ് സാധാരണ ഈ രാത്രി സമയങ്ങളിൽ ഇളയമ്മ വെള്ളം പിടിക്കാൻ വരാറുള്ളത്. എന്നാൽ ഈ സംഭവം ഉണ്ടായ അന്ന് ഇളയമ്മ വെള്ളം പിടിക്കാൻ ഒറ്റയ്ക്കാണ് വന്നിരുന്നത്. മുൻപ് പലതവണയും ഇതുപോലെ രാത്രി സമയങ്ങളിൽ വെള്ളം പിടിക്കാറുണ്ടെങ്കിലും കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ അനുഭവം നേരിട്ടിരുന്ന ദിവസം ഈ ഇളയമ്മയുടെ കൂടെ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭയം കടന്നുകൂടിയിരുന്നു. എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വെള്ളവുമായി പോകാൻ നിൽക്കുമ്പോഴാണ് തൊട്ടുപുറകിലായി ചിരലിലൂടെ ആരോ നടക്കുന്നത് പോലെയുള്ളൊരു ശബ്ദം ഇളയമ്മയുടെ കാതിൽ കേട്ടത്. അവരുടെ വീടിനോട് കുറച്ചു ദൂരെയായി ഒരു സിനിമാ തിയേറ്റർ ഉള്ളതുകൊണ്ട് തന്നെ രാത്രി സിനിമ കഴിഞ്ഞ ആരെങ്കിലും ആ വഴി പോകുന്നതാണെന്ന് ഇളയമ്മ കരുതി. അതുകൊണ്ട് തന്നെ ചരലിലൂടെ നടക്കുന്ന ശബ്ദത്തെപ്പറ്റി അസ്വാഭാവികമായി ഒന്നും തന്നെ അവർ കരുതിയിരുന്നില്ല. എന്നാൽ ഒരുപാട് നേരമായിട്ടും ഈ ശബ്ദം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് എന്തോ പന്തികേട് തോന്നി ഇളയമ്മ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇളയമ്മ കണ്ട കാഴ്ച വളരെയേറെ ഭീതി നിറഞ്ഞ ഒന്നായിരുന്നു. ഒരു കറുത്ത രൂപം അവരെ തന്നെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നു. ഉറക്കെ ഒന്ന് സംസാരിക്കാനോ ഒന്ന് ഒച്ചയിൽ അലറാനോ പോലും കഴിയാതെ ഇളയമ്മ അവിടെ സ്തംഭിച്ച് നിന്നുപോയി. ഒരു വിധത്തിൽ സകല ദൈവങ്ങളെയും മനസ്സിൽ വിളിച്ചുകൊണ്ട് കിട്ടിയ മനോധൈര്യത്തിൽ ഇളയമ്മ ഉറക്കെ അലറിക്കൊണ്ട് സ്വന്തം വീട്ടിലേക്കായി ഓടി. അപ്പോഴും ഭീതിപ്പെടുത്തുന്ന ആ കറുത്ത രൂപം അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ രൂപം എന്താണെന്നോ അതെവിടെ നിന്ന് വന്നതാണെന്നോ ഇപ്പോഴും ആർക്കും തന്നെ അറിയില്ല. ഈ അനുഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും